കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ GDP-യിൽ രാജ്യം കൈവരിച്ചത് അസാധാരണ നേട്ടം. 105% GDP വളർച്ച. രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ നാഴികക്കല്ലായ കുതിപ്പാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യബോധത്തോടെയുള്ള പദ്ധതികളും ആസൂത്രണവുമാണ് വളർച്ചയ്ക്ക് അടിത്തറയിട്ടത്. 2015-ൽ 2.1 ലക്ഷം കോടി ഡോളറായിരുന്ന GDP 4.3 ലക്ഷം കോടി ഡോളറായി ഉയർന്നു. ഡിജിറ്റൈസേഷനും സാമ്പത്തിക ഉൾച്ചേർക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒപ്പം ചേരും. ഐസൻ, വല്ലാത്ത വളർച്ചയാണല്ലോ. ആ വാർത്തയ്ക്കിടയിൽ പറയുന്ന ഒരു വരി, നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം, അതുതന്നെയല്ലേ ഈ കുതിപ്പിന് പിന്നിൽ? തീർച്ചയായും കൃഷ്ണരാജ്, 2015 മുതൽ 2025 വരെയുള്ള GDP വളർച്ചാ നിരക്കിന്റെ കണക്ക്, അതായത് ആദ്യത്തിൽ നിൽക്കുന്ന GDP വളർച്ചാ നിരക്ക് ഉയർന്നു നിൽക്കുന്ന കൃത്യമായ വളർച്ചാ നിരക്ക് കൈവരിച്ച 14 രാജ്യങ്ങളുടെ എണ്ണത്തിൽ ഒന്നാമതാണ് ഏറ്റവും കൂടുതൽ ശതമാന കണക്കിൽ GDP വളർച്ചാ നിരക്ക് കൈവരിച്ച രാഷ്ട്രമായി ഭാരതം നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. നേരത്തെ 2015-ലെ മൊത്തം GDP-യുടെ കണക്ക് GDP 2.1 ട്രില്യൺ ഡോളർ ആയിരുന്നുവെങ്കിൽ അത് 2025-ൽ ഈ അവസാന കണക്കുകൾ പുറത്തു വരുമ്പോൾ 4.3 ട്രില്യൺ ഡോളർ, അതായത് 105% വർധന. 10 വർഷം കൊണ്ട് 105% വളർച്ചയാണ് കൈവരിച്ചത് എന്നതാണ്. ഇത് യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണുമ്പോഴാണ് കൃത്യമായി നമുക്ക് പല സൂചകങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിൽ മറ്റൊരു പ്രധാന ഘടകം കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ്, അതായത് പണപ്പെരുപ്പ നിരക്കിനെ കണക്കാക്കാതെയുള്ള ഈ വളർച്ചാ നിരക്കിന്റെ കണക്ക്, അതായത് ഉത്പാദനത്തിലുണ്ടായ വളർച്ച മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത്. പണപ്പെരുപ്പത്തിന്റെ വളർച്ചയല്ല അതിലൊരു ഘടകമായി കണക്കാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ 2.1 ട്രില്യൺ എന്നിൽ നിന്ന് 4.3 ട്രില്യണിലേക്ക് ഈ സാമ്പത്തിക വ്യവസ്ഥ വളർന്നത് 105% വളർച്ച കൈവരിച്ചത് 10 വർഷം കൊണ്ടാണ്. അതായത് വളരെ ശക്തമായ ഒരു മുന്നേറ്റം സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റലൈസേഷനും സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള സേവിങ്സ് എല്ലാം തന്നെ, അതായത് ഒരു സാധാരണക്കാരന്റെ സമ്പാദ്യം സംരക്ഷിക്കാനുള്ള നീക്കവും സ്വാഭാവികമായും ആ സമ്പാദ്യം നിക്ഷേപമായി മാറിയ ഒരു ലളിതമായ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ വളർച്ചാ നിരക്ക് ഏറെ ഗൗരവതരമായതും ഏറെ പ്രാധാന്യമുള്ളതുമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച, അതായത് GDP വളർച്ച 10 വർഷം കൊണ്ട് 66% മാത്രമാണ് നേടാനായത്. ചൈനയാണെങ്കിൽ 76% വളർച്ചയാണ് നേടിയത്. ഇത്തരത്തിൽ അഞ്ചാമത്തെ അതിവേഗത്തിൽ കുതിക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന കണക്കിനപ്പുറം, അതായത് രാജ്യം അതിവേഗത്തിൽ കുതിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, ലോകത്തെ ഏറ്റവും മുന്നിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്നതിനപ്പുറം 5ാം സ്ഥാനത്ത് നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്ന കൃത്യമായ ഒരു വാലിഡേഷൻ കൂടിയാണ് ഈ കണക്കുകളിൽ നിന്നും, ഇന്ത്യൻ ഇന്റർനാഷണൽ മോണിറ്ററിന്റെ കണക്കുകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും ജർമ്മനിക്കും മുന്നിൽ വൻതോതിൽ വികസനം അല്ലെങ്കിൽ വളർച്ച കൈവരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാനും സാധിക്കും. 5ാമത്തെ രാഷ്ട്രം അല്ലെങ്കിൽ ഈ സമ്പത്ത് GDP-യുടെ വളർച്ചയുടെ കണക്കിൽ, GDP-യുടെ കണക്കിൽ നോക്കുമ്പോൾ, മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ കണക്കിൽ നോക്കുമ്പോൾ 5ാമത്തെ രാജ്യവും അതുപോലെ തന്നെ വളർച്ചയുടെ കണക്കിൽ നോക്കുമ്പോൾ 1ാം സ്ഥാനവുമായി നിൽക്കുകയാണ് ഭാരതം. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും ക്രിയാത്മകവും ദീർഘവീക്ഷണ വിവരങ്ങൾ നൽകിയത്. US-നെ പിന്തള്ളി ഭാരതം 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. GDP-യിൽ വൻ വളർച്ചയാണ് ഉണ്ടായത്.